കോൺഗ്രസ് നേതാവ് കെ രാഘവൻ, അദ്ദേഹം പിയും കൂടിയാണ്. അദ്ദേഹം ഇനിയിപ്പോൾ കോൺഗ്രസ് വിട്ടിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ചില സംശയങ്ങൾ ഉയരുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇങ്ങനെ എനിക്കിനി ഈ പാർട്ടിയിൽ തുടരാനാകില്ല എന്ന് അദ്ദേഹം KPCC പ്രസിഡന്റിനും അതുപോലെ AICCക്കും കത്ത് കൊടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ കെ രാഘവൻ കോഴിക്കോട്ടത്തെ വളരെ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവാണ്. ഒരു നല്ല പ്രതിച്ഛായയുള്ള ഒരു നല്ല കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു നേതാവാണ് ഈ കെ രാഘവൻ എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ മത്സരിച്ചിരുന്നു. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും അദ്ദേഹം MP ആയിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും കെ രാഘവ നീ ആരടാ ഇറങ്ങിപ്പോടാ എന്ന തരത്തിലുള്ള ഒരുതരം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്നെത്തിയിരിക്കുന്നു. ആ സമയത്താണ് കെ രാഘവൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും എനിക്കിങ്ങനെ ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല, ഇങ്ങനെ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? എന്നാൽ കെ രാഘവനെ പോലെ സീനിയറായ ഒരു നേതാവ്, വളരെ രാഘവേട്ടൻ എന്ന് കോഴിക്കോട്ടുകാർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന കെ രാഘവൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടി വരുന്നത്? സംഭവം ഇപ്പോൾ നടന്നത് അവിടെ മാടായി എന്ന് പറയുന്ന കോളേജ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജാണ് മാടായി കോളേജ് എന്ന് പറയുന്നത്. ആ കോളേജിൽ ഇപ്പോൾ ഒരു നിയമനം നടന്നു. ആ നിയമനത്തിൽ ഒരു CPM-കാരനെ, അത് കെ രാഘവൻ്റെ ബന്ധുവായ ഒരു CPM-കാരന് ഒരു നിയമനം കൊടുത്തു. അങ്ങനെ ബന്ധു നിയമനം കൊടുത്തു എന്ന ആരോപണമാണ് ഉയരുന്നത്. അവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ കോൺഗ്രസ്സുകാർ കെ രാഘവനെതിരായിട്ട് തിരിയുകയും അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് രംഗത്തിറങ്ങുകയും അദ്ദേഹത്തിനെ തടയുകയും അദ്ദേഹത്തിനെ വഴി തടയുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും അദ്ദേഹത്തിൻ്റെ കോലം കത്തുകയൊക്കെ ചെയ്തു, കെ രാഘവൻ്റെ കോലം കത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ജനാധിപത്യമുണ്ട്, അതൊരു ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെ ഈ ജനാധിപത്യം ഭൂത്തുലയുമ്പോഴും ഒരു പാർട്ടി അച്ചടക്കം, സംഘടനാ അച്ചടക്കം എന്നത് ഏത് പാർട്ടിക്കും കൊണ്ടുപോകേണ്ട ഒരു ഘടകമാണ്. പക്ഷേ ആ അച്ചടക്കത്തിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട്, അതിൽ നിന്നും അതിൻ്റെ അതിര് കടന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചപ്പോഴാണ് കെ രാഘവന് അതിനെതിരായി പ്രതികരിക്കേണ്ടി വന്നതും തന്നെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യാനും തൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനും വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. തൻ്റെ കോലം കത്തിച്ചതും തനിക്കെതിരെ പ്രകടനം നടത്തുന്നതും എല്ലാം കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ ചില ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് എനിക്കിനി ഈ പാർട്ടിയിൽ ഇങ്ങനെ തുടരാനാവില്ല എന്ന് പറയുമ്പോൾ കെ രാഘവൻ ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന സംശയവും ഉയരുന്നു. CPM-ലേക്ക് പോകുമോ അതോ BJP-യിലേക്ക് പോകുമോ? പ്രത്യേകിച്ചും BJP-യിലേക്ക് പോകാൻ സാധ്യത ഏറെ കുറവാണ് എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടുത്തെ BJP-കാരുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ CPM-ൻ്റെ ഒരു ബന്ധുവിനെ നിയമിച്ചു എന്ന പേരിൽ, CPM-കാരനെ സഹായിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ കെ രാഘവൻ കോൺഗ്രസ്സുകാരുടെ മുന്നിൽ കരടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തനിക്കിതിൽ തുടരാൻ കഴിയില്ല എന്ന് കെ രാഘവൻ പറയുമ്പോൾ അത് CPM-ലേക്ക് പോകാനുള്ള ഒരു വഴി തുറക്കലാണോ കെ രാഘവൻ ചെയ്തിരിക്കുന്നതെന്ന് സംശയവും വരാം. എന്തായാലും കോൺഗ്രസിനകത്ത് നമ്മൾ ഈ കാണുന്ന വല്ലാത്ത ഒരു പ്രതിസന്ധി, ഇങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടി, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ അതിൻ്റെ പടിവാതിൽക്കത്തിലേക്ക്, ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ ഈ സമയത്തെല്ലാം കോൺഗ്രസിന് ഒരുപക്ഷെ കേരളത്തിലെ ഭരണം ജനങ്ങൾക്ക് അത്ര സഹിക്കാൻ കഴിയാത്ത തരത്തിൽ ഭരണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബദൽ ഭരണം അല്ലെങ്കിൽ ഒരു പകരം ഒരു ഗവൺമെൻറ് വരണമെന്ന് കേരള ജനത ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഈ പടലപ്പിണക്കമാണ് നടക്കുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് പാലക്കാടും അതുപോലെ ഈ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ എല്ലാം മറന്ന് ഒരുമിച്ച് നിന്നെന്നാണ് പറയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇവർ തമ്മിൽ അടി തുടങ്ങും. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. KPCC പ്രസിഡന്റ് ആരോഗ്യ കുറവുണ്ട്, പ്രായ കൂടുതലുണ്ട്, അതുകൊണ്ട് KPCC പ്രസിഡന്റിനെ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ
KPC പ്രസിഡന്റ് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല എന്നും പല മറ്റൊരു വിഭാഗം നല്ല നേതാക്കൾ ഉൾപ്പെടെ, ശശിധരൻ ഉൾപ്പെടെ, കെ മുരളീധരൻ ഉൾപ്പെടെ, ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. എന്നാൽ സുധാകരനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് മറ്റ് പ്രായത്തിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ അങ്ങനെ ആക്ഷേപിച്ച് പുറത്തു പോകാൻ, ആക്ഷേപപരമായി മാറിയിട്ട് അങ്ങനത്തെ ഒരാളായിട്ട് മാറിയിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ സുധാകരന് താല്പര്യമില്ല. അദ്ദേഹം ഈ KPC പ്രസിഡന്റ് സ്ഥാനം വിടുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം തുറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനകത്ത് തന്നെ VD സതീശൻ എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുന്നു. പുതിയ പിള്ളേർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും കൂടി പാലക്കാട് ജയിച്ചു വന്നപ്പോൾ ഈ ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിലുള്ള പുതിയ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു വല്ലാത്ത അമിതാവേശം വന്നിരിക്കുന്നു. അവർ പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ പഴയ കടൽ കിഴവന്മാരെല്ലാം കളഞ്ഞിട്ട് പുതിയ പിള്ളേരിനി കോൺഗ്രസിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അതിന് സതീശന്റെ എല്ലാവിധ മൗന അനുവാദവും പിന്തുണയും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സുധാകരനെ മാറ്റുന്ന വിഷയം വന്നപ്പോൾ സതീശൻ ഒന്നും തന്നെ മിണ്ടാത്തത്, എതിർത്ത് പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ MK രാഘവന്റെ വിഷയം കോഴിക്കോട് കത്തിപ്പിടിക്കുന്നത്. മിക്കവാറും MK രാഘവൻ പാർട്ടി വിട്ടു എന്നുള്ള വാർത്ത 2-3 ദിവസം മുമ്പ് ശേഷം ഞങ്ങൾക്ക് പറയേണ്ടി വരികയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണണം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചില്ല, തന്നെ വളരെ അവഗണിക്കുകയാണ് ഉണ്ടായത് എന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അഭിപ്രായം പറഞ്ഞു. അതിന് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ചില അഭിപ്രായങ്ങൾ വരികയും ചാണ്ടി ഉമ്മൻ വീണ്ടും ഇന്ന് അതിന് വിശദീകരണമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞാൻ ഇതിനെ വിവാദമാക്കാൻ ശ്രമിക്കുന്നില്ല. എന്നോട് KPC പ്രസിഡന്റ് സുധാകരൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിച്ചിരുന്നു. ഞാൻ അതിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നതല്ല, അതിന് പാർട്ടി സമിതികളിലും പാർട്ടി വേദികളിൽ മാത്രമേ പറയൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു, എന്നെ അവഗണിക്കുകയാണ് ഉണ്ടായത് എന്നും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊതുവിൽ കോൺഗ്രസിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അടുത്ത അധികാരം കിട്ടും, ജയിക്കും എന്നുള്ള ഒരു ബോധം വന്നപ്പോൾ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും കൂടെ വിജയിച്ചു വന്നപ്പോൾ, അത് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നപ്പോൾ കോൺഗ്രസിനകത്ത് പടലപ്പണക്കം ശക്തമാകുന്നു. അത് ഈ കോൺഗ്രസിന്റെ ഒരു തീരാ ശാപമായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് പറയാൻ. എന്തായാലും MK രാമകന്റെ വിഷയം നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഈ AICC എന്ത് നിലപാടാണ് MK രാമകന്റെ വിഷയത്തിൽ എടുക്കുന്നത്? പ്രധാനമായിട്ടും ഈ MK രാമകനെതിരായിട്ട് പ്രകടനം നടത്തുകയും അദ്ദേഹത്തിന് തടയുകയും ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ മുഴുവനും നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ നടപടിയെടുത്ത നേതാക്കളെല്ലാവരും കൂടി ഇപ്പൊ സതീശനെ പോയി കണ്ടിട്ട് ചർച്ച നടത്തുകയാണ്. സതീശൻ പിന്തുണ ആർജിക്കാൻ ശ്രമിക്കുന്നു. സതീശൻ ഈ വിഷയത്തിൽ ഇതുവരെയൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ MK രാഘവനെതിരായിട്ടുള്ള പടയൊരുക്കത്തിൽ സതീശനും പങ്കുണ്ടോ എന്ന സംശയം തോന്നുന്ന തരത്തിലാണ് ഈ MK രാഘവനെതിരായി നിന്നവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി DCC നടപടിയെടുത്തു. DCC പറയുന്നത് ഞങ്ങൾ KPCC പറഞ്ഞത് അനുസരിച്ചാണ് ഞങ്ങൾ നടപടിയെടുത്തത്, അവർക്കെതിരെ ഉടനെ നടപടിയെടുക്കുമെന്ന് പറയുന്നു. പക്ഷെ നടപടിയെടുത്തത് വല്ലാത്ത അപകടകരമായി പോയി. അവര് ശക്തമായിട്ട് ഈ നടപടിയെടുത്തവരെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു പ്രത്യേക സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാറുകയും അങ്ങനെ കോഴിക്കോടത്തെ കോൺഗ്രസ് ഘടകത്തിൽ വല്ലാത്ത ഒരു പിരിമുറുക്കം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. AICCക്കും KPCCക്കും ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ വല്ലാതെ വിഷമിക്കുകയാണ്. VD സതീശനുമായി ഇവർ ഈ ബദൽ ഗ്രൂപ്പുകൾ, അതായത് വിമത ഗ്രൂപ്പുകൾ, അതായത് MK രാഘവന് എതിരായി ഇറങ്ങി വന്ന ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് VD സതീശനുമായി ചർച്ച നടത്തുന്നു. എവിടെ എത്തും ഈ കാര്യങ്ങളെന്ന് നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല അവസരം വരുമ്പോൾ അവസരത്തിനൊത്ത് ഉയരാൻ കഴിയാത്ത ഒരു നാശം പിടിച്ച പാർട്ടിയായിട്ട് കോൺഗ്രസ് കേരളത്തിലും മാറുന്നു എന്നതാണ് പരമാർത്ഥം.